കോഴിക്കോട് വെള്ളിപ്പറമ്പിൽ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ട് റോഡരികിലെ പഴയ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി നിൽക്കുന്ന കാഴ്ചയാണ് ഈ കാണുന്നത്. അതായത് റോഡിൽ നിന്ന് തെന്നി മാറിയ ബസ് ഫുട്പാത്തും കടന്ന് റോഡരികിൽ ഒരു പഴയ കെട്ടിടമുണ്ടായിരുന്നു. ആ കെട്ടിടത്തിൽ ഇടിച്ചു നിൽക്കുകയായിരുന്നു. ഇന്ന് വൈകിട്ട് ഏതാണ്ട് 7:30 കൂടിയാണ് ഈ അപകടമുണ്ടായത്. പ്രാഥമികമായി ബസ് ജീവനക്കാർ പറയുന്നത് ബ്രേക്ക് നഷ്ടപ്പെട്ടതിനെ തുടർന്ന് ഈ ബസ് ഈ നിലയ്ക്ക് ഇടിച്ചു കയറുകയാണ് എന്നാണ് അവർ പറയുന്നത്. നിറയെ യാത്രക്കാരുമായി വരുന്ന വഴിക്കാണ് മാവൂർ കോഴിക്കോട് റൂട്ടിലോടുന്ന ഈ സ്വകാര്യ ബസ് നിയന്ത്രണം വിട്ടത്. കോഴിക്കോട് ഭാഗത്ത് നിന്ന് മാവൂർ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഇന്ന് വൈകിട്ട് 7:30 കൂടി അപകടമുണ്ടായത്. ആശ്വാസകരമായ കാര്യം ഈ അപകടത്തിൽ ആർക്കും പരിക്കില്ല എന്നുള്ളതാണ്. ഒപ്പം തന്നെ പഴയ കെട്ടിടത്തിലേക്കാണ് ഇടിച്ചു കയറിയത്. സാധാരണഗതിയിൽ ഫുട്പാത്തിലൂടെ ആളുകളെല്ലാം നടന്നു പോകുന്ന സ്ഥിതിയുണ്ട്. പക്ഷേ ഈ അപകടമുണ്ടായ സമയത്ത് ആരും ആ നിലയ്ക്ക് ഉണ്ടായിരുന്നില്ല എന്നുള്ളതും ആശ്വാസകരമാണ്. എന്തായാലും ഈ പറഞ്ഞതുപോലെ ബ്രേക്ക് നഷ്ടപ്പെട്ടു എന്നുള്ളതാണ് പ്രാഥമികമായി പറയുന്ന കാര്യം. മറ്റു കാര്യങ്ങൾ പോലീസ് ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പ് അടക്കം ഇവിടെ എത്തി പരിശോധന നടത്തി വരികയാണ്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ഈ ഭാഗത്ത് നിന്ന്, അതായത് നേരെ വരുന്ന റോഡിൽ നിന്ന് തെന്നി മാറി ഏതാണ്ട് റോഡിൽ നിന്ന് പൂർണ്ണമായും ബസ് നീങ്ങി അപ്പുറത്ത് കയറി നിൽക്കുന്ന സ്ഥിതിയാണുള്ളത്. ഇന്ന് വൈകിട്ട് 7:30 കൂടിയാണ് ഈ അപകടമുണ്ടായത്. ഈ റോഡിൽ നിന്ന് തെന്നി മാറിയ ബസ് പഴയ കെട്ടിടത്തിലേക്ക് ഇടിച്ചു കയറി നിൽക്കുകയായിരുന്നു. ആശ്വാസകരമായ കാര്യം ആർക്കും പരിക്കില്ല എന്നുള്ളതാണ്. എന്താണ് സംഭവിച്ചതെന്ന കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. പോലീസും ഒപ്പം തന്നെ മോട്ടോർ വാഹന വകുപ്പും പരിശോധന നടത്തിയാൽ മാത്രമേ അക്കാര്യത്തിൽ വ്യക്തത വരൂ. ബസ് ജീവനക്കാർ പറയുന്നത് ഇത് ബ്രേക്ക് നഷ്ടപ്പെട്ടു, അതിനെ തുടർന്ന് ഇങ്ങനെ സംഭവിച്ചു എന്നാണ് പറയുന്നത്. അക്കാര്യത്തിൽ കൂടുതൽ വ്യക്തത വരേണ്ടതുണ്ട്. ക്യാമറ പേഴ്സൺ ജിഷ്ണു മീനങ്ങാടിക്കൊപ്പം ഷബീർ ഉമർ, മീഡിയ 1 കോഴിക്കോട്.